ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിൻ്റെ 91-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഉപനിഷത്ത് പ്രതിപാദിതമായിട്ടുള്ള ആത്മാവിൻ്റെ സ്വരൂപത്തെ അതേ വാക്കുകൾ ഉപയോഗിച്ച് ഗുരു ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം നിയതവും അങ്ങനെ തന്നെ നിൽക്കയാലെ പ്രിയം അജം അവ്യയം അപ്രമേയം ഏകം അദ്വയം ഇതുതാൻ സുഖമാർന്നു നിന്നിടുന്നു. അപ്പം ഇവിടെ പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം, നമ്മൾക്ക് പ്രിയം നൽകുന്നതായിട്ടുള്ള ഓരോ വിഷയത്തിൻ്റെയും അതിൻ്റെ പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നം ചെയ്യുന്നത് നിരന്തരമായിട്ട്. പ്രിയം അതായത് ഇവിടെ നമ്മളുടെ സുഖസ്വരൂപത്തെക്കുറിച്ചാണ്. അത് ആ സുഖം നേടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ അറിഞ്ഞ് നമ്മൾ പോകുമ്പോഴോ അതിനാണ് അതിൻ്റെ ഒരു മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രയത്നം നിയതവും അങ്ങനെ തന്നെ നിൽക്കയാലേ, അത് ഈ പ്രിയം അജം ആണ്, അതൊരിക്കലും ജനിക്കാത്തതാണ്, അവ്യയമാണ്, അപ്രമേയമാണ്, ഏകമാണ്, അത് അദ്വയമാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അജമെന്ന് പറയുന്നതും അവ്യയമെന്ന് പറയുന്നതും അപ്രമേയമെന്ന് പറയുന്നതും ഒക്കെ ഏകം എന്നൊക്കെ പറയുന്നത് പരമാത്മാവിൻ്റെ പരമ്പൊരുളിൻ്റെ പര്യായങ്ങളായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു അദ്വയമായിട്ടുള്ള ഒന്നിനെ അതിൻ്റെ സ്വരൂപമെന്ന് പറയുന്നത് സുഖമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രിയം ആയിട്ട് നമ്മൾ ഈ സുഖസ്വരൂപമായിട്ട് ഇവിടെ നമ്മൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നിനെ അല്ല, മറിച്ച് കാലദേശാധിവർത്തിയായ ആ ദൈവത്തെ അല്ലെങ്കിൽ ആ പരമ്പൊരുളിനെ പരമാത്മാവിനെ ആണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. പക്ഷേ അത് നമുക്ക് ആ ലെവലിൽ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട്, നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ട് ആണ് നമ്മൾ അല്പമായിട്ടുള്ളതിലേക്ക് അന്വേഷിക്കുന്നത്. അപ്പോൾ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്പമല്ലാത്തത്, അതായത് കാലദേശങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒന്നാണ് ഈ പറയുന്ന പ്രിയം ആയിട്ടുള്ള സുഖസ്വരൂപമായിട്ടുള്ള അജമായിട്ടുള്ള അദ്വയമായിട്ടുള്ള ആ പൊരുൾ അല്ലെങ്കിൽ ചൈതന്യം. അത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നത്തിൽ നമ്മളുടെ സത്യത്തെ തേടിക്കൊണ്ടുള്ള, ഇപ്പോൾ ഗുരു ഇവിടെ ആത്മാവിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ 100 ശ്ലോകങ്ങളിലൂടെ നമ്മൾക്ക് തരാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി പല ഉദാഹരണങ്ങളും കാണിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത് ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ്, ജാഗ്രത അവസ്ഥയിലാണ്. ജാഗ്രത അവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഒരു അവസ്ഥയിൽ പരിഹാരമുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ ഇവിടെ ഉണർന്നിരിക്കുന്നു, നമ്മൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ യുക്തിക്ക് ഒന്നും പിടികിട്ടാത്ത എത്രയോ കാര്യങ്ങൾ കിടക്കുന്നു. അപ്പോൾ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴോ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്, അത് വേറൊരു തലമാണ്. അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കുന്ന വേറൊന്നുണ്ട്, അത് ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ ഈ ഇന്ദ്രിയ പരിമിതികൾ നമുക്ക് അവിടെ വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന പരിമിതമായിട്ടുള്ള അറിവുകളും ആ
ആ പരിമിതമായിട്ടുള്ള അറിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് അപരിമിതമായിട്ടുള്ള ഇതിനെല്ലാത്തിനെയും സാക്ഷിയായിട്ട് നിൽക്കുന്ന ആ ചൈതന്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു തലം. അപ്പോൾ പലരും വിചാരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് ഇതൊക്കെ ഒരുവിധം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള രക്ഷപ്പെടലാണ് എന്ന് പറയുന്നവരുണ്ട്. പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പേര് പറയുന്നു എന്ന് പറയുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം. പക്ഷേ അവരാണ് ശരിക്കും പ്രശ്നങ്ങളിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നവരാണ് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അവർ ഓടി ഒളിക്കുന്നത്. പ്രശ്നത്തെ ഫേസ് ചെയ്യാനായിട്ടുള്ള ധൈര്യം അവർക്കില്ല. ഭൂരിഭാഗം ആളുകൾക്കും അതില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓടി ഒളിച്ചതുകൊണ്ട് കാര്യമില്ല. ഗുരുവിനെ പോലെയുള്ള മഹാത്മാക്കൾ അവർ എങ്ങും ഓടി ഒളിച്ചിട്ടില്ല. അവർ ധീരതയോടുകൂടി തന്നെ ഈ പ്രശ്നത്തെ പരിഹരിക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ അനുഭവസമ്പന്നന്മാരായിട്ടുള്ള മഹാത്മാക്കൾ പറയുന്നു, ഈ പരിമിതമായിട്ടുള്ളതിൻ്റെ പുറകെ ഓടി നമ്മുടെ ടൈം വേസ്റ്റ് ആകാതെ, നമ്മുടെ സമയത്തെ പാഴാക്കാതെ നമ്മൾ സത്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കുവാനായിട്ട് ഈ വളരെ ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ നമുക്ക് സാധിക്കണം. അപ്പോൾ അത് അങ്ങനെ ഏകമായിട്ടുള്ള അദ്വൈതമായിട്ടുള്ള പരമ്പൊരുളിന് പ്രിയമായിട്ടുള്ള, നമുക്ക് പ്രിയമെന്ന് പറയുന്നത് ആനന്ദമാണ്. നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അതിനെ നമുക്ക് സാക്ഷാത്കരിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ വരുമ്പോഴാണത് അർത്ഥപൂർണമാകുന്നത്. തീർച്ചയായിട്ടും സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.